സലാം വീട്ടുന്ന അവസരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏകദേശം ഒരു 10 കാര്യങ്ങളുണ്ട്. അതതിൻ്റെ നിബന്ധനകളാണ്. സലാം വീട്ടുന്ന അവസരത്തിൽ ഒന്ന് അസ്സലാമു അലൈക്കും എന്ന് പറയാം. അസ്സലാമു അലൈക്കും എന്ന പ്രയോഗം തന്നെ വേണം. അസ്സലാമു അലൈക്കും എന്ന് പറ്റൂല. 2 അസ്സലാമു അലൈക്കും എന്ന് വേണം. അസ്സലാമു അലൈക എന്നോ അസ്സലാമു അലൈഹി എന്നോ പറ്റില്ല. 3 അസ്സലാമു അലൈക്കും എന്നതിനിടയിൽ മറ്റൊരു പദം കടന്നു വരാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ പല കാര്യങ്ങളുമുണ്ട്, എന്നാലും ശ്രദ്ധിക്കുക. ഒന്നും കടന്നു വരാത്ത വിധത്തിൽ അസ്സലാമു അലൈക്കും എന്ന് തന്നെ പറയണം. 4 മുവാലാത്ത് വേണം. അസ്സലാമു കുറെ കഴിഞ്ഞിട്ട് അലൈക്കും പറയാൻ പറ്റില്ല. ഇതൊന്നും ഇങ്ങനെയൊന്നും പറഞ്ഞാൽ സ്വീകാര്യമേ അല്ല. വിഷയം പറയുന്നത്. 5 ഖിബലയിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കും. ഖിബലയിൽ നിന്ന് തെറ്റാൻ പാടില്ല. നെഞ്ച് ഖിബലയിൽ നിന്ന് തെറ്റാൻ പാടില്ല. ആ വിധത്തിലായിരിക്കും. പലരും സലാം പറയുന്ന അവസരത്തിൽ ചിലപ്പോഴൊക്കെ നിസ്കാരം ബാത്തിലാവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നിർബന്ധമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വിഷയത്തിൽ പലർക്കും ഫാൾട്ട് പറ്റാറുണ്ട്. ചിലര് അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. നെഞ്ച് ഖിബലയിൽ നിന്ന് തെറ്റാനേ പാടില്ല. തല തിരിക്കാനാണ് പറഞ്ഞത്. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. തല മാത്രം തിരിഞ്ഞു, നെഞ്ച് തിരിയരുത്. പലപ്പോഴും നമ്മൾ മുമ്പ് ശീലിച്ചു വന്ന കാര്യങ്ങളായതുകൊണ്ട് ശ്രദ്ധിക്കണം. ചിലരുടെയൊക്കെ നിസ്കാരം ചിലപ്പോൾ ബാത്തിലാവാൻ വരെ സാധ്യതയുണ്ട്. അടുത്തത് സലാം പറയുന്നത് മുഴുവനും ഇരുത്തത്തിലായിരിക്കും. ഒരാൾ ഇരുന്ന അസ്സലാമു എന്ന് പറഞ്ഞിട്ട് പിന്നെ നീക്കാൻ പാടില്ല. അലൈക്കും എന്ന് പറയുമ്പോൾ അത് സലാമായി പരിഗണിക്കുകയില്ല. അതുപോലെ എല്ലാ റുക്കിനുകളും നമ്മുടെ സ്വന്തം ശരീരത്തെ കേൾപ്പിക്കണം. അപ്പോഴേ അത് റുക്കിനായി പരിഗണിക്കുകയുള്ളൂ. കൗലിയായ റുക്കിനുകളുടെ ഒരു പ്രത്യേകതയാണ്. തക്ബീർ ചൊല്ലുന്ന അവസരത്തിൽ നമ്മൾ കേൾപ്പിക്കണം. ഫാത്തിഹ ഓതുന്ന അവസരത്തിൽ നമ്മുടെ സ്വന്തം ശരീരം കേൾക്കണം. തഹിയ്യാത്ത് ഓതുന്ന അവസരത്തിൽ കേൾക്കണം എന്നാണ് പറഞ്ഞിരുന്നു. സലാം വീട്ടുന്ന അവസരത്തിൽ നമ്മുടെ ശരീരം കേൾക്കണം. ഇമാം ഉറക്കെന്തായാലും ചെല്ലുന്നത് ഇമാമിൻ്റെതല്ല പ്രശ്നം. മഹ്മൂമികൾ സ്വയം ശരീരത്തെ കേൾപ്പിക്കുക എന്നത് ഇതിന്റെ നിബന്ധനയാണ്, അല്ലെങ്കിൽ സലാമാവുകയില്ല. അടുത്തത് ഫിൽ അറബിയിലായിരിക്കണം, അറബി ഭാഷയിലായിരിക്കണം. അടുത്തത് അർത്ഥ വ്യത്യാസങ്ങൾ വരുന്ന ഒരു വിധത്തിലുള്ള പ്രയോഗവും പാടില്ല. അപ്പോ അസ്സലാമു അലൈക്കും എന്ന പദം തന്നെ പ്രയോഗിക്കണം എന്നാണ്. ഇനി സലാം വീട്ടുന്ന അവസരത്തിൽ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകൾ. 1 നിസ്കാരത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു എന്ന് കരുതൽ പ്രത്യേക സുന്നത്താണ്. സലാം വീട്ടുന്ന അവസരത്തിൽ നിസ്കാരത്തിനായി വിരമിക്കണം എന്ന് കരുതൽ. 2 രണ്ടാമത്തെ സലാം വീട്ടുക എന്നത് സുന്നത്താണ്. 1ാമത്തേതാണ് ഫർദ്, 2ാമത്തേത് സുന്നത്താണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1ാമത്തെ സലാം ഒരാൾ വീട്ടിയതിന് ശേഷം അദ്ദേഹത്തിന്റെ വുളൂ മുറിഞ്ഞുപോയി, എന്നാൽ 2ാമത്തെ സലാം വീട്ടൽ ഹറാമാണ്. ഈ വസ്തുത ശ്രദ്ധിച്ചു. ചിലപ്പോൾ സ്വാഭാവികമാണ് സാഹചര്യങ്ങൾ മുറിഞ്ഞു പോയേക്കും. അങ്ങനെ പോയാൽ ഹറാമാണ്. 3 വറഹ്മത്തുള്ളാഹി സിയാദത്തു റഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്നത് സുന്നത്താണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മയ്യിത്ത് നിസ്കാരത്തിലാകുമ്പോൾ വബറകാതുഹു എന്ന് കൂടെ പറയും, സുന്നത്താണ്. 4 അൽ-ഇൽതിഫാതു ഫീഹിമാ ഹത്താ യുറാ ഖദ്റുഹു. അവന്റെ കബള് കാണുന്ന വിധത്തിൽ തിരിയാൻ. അസ്സലാമു അലൈക്കും ഞാൻ പറഞ്ഞാൽ പോലെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കബള് പുറത്തുള്ള ആൾ കാണുമ്പോൾ ബാക്കിൽ നിൽക്കുന്നവർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചില ആളുകളൊക്കെ തിരിയുന്ന അവസരത്തിൽ അവിടെ വേറൊരു ഫാൾട്ട് കൂടി ഉണ്ടാവാറുണ്ട്. നമ്മളിങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ സലാം വീട്ടുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇങ്ങനെയാണ് തിരിയേണ്ടത്. ചിലര് നമ്മുടെ JCB ടിപ്പർക്ക് ഇങ്ങനെ കൊടുക്കുന്ന പോലെ തിരിയേണ്ടത്. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും പറ്റൂല. അത് ചെയ്യാൻ പാടില്ല. അത് ചില അവസ്ഥ കാരണം എന്താ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ.
നിസ്കാരത്തിന് അനാവശ്യമായ ഒരു അനക്കവും പാടില്ല. അത് നിസ്കാരത്തിന്റെ ഖുശൂഇനെതിരെ നോക്കിക്കോ. പല ആളുകളുണ്ട് ഇവിടുന്ന് എടുത്തിട്ട് സലാം അടുത്ത ടിപ്പർക്ക് അത് ഞാൻ ടിപ്പറിലേക്ക് കൊടുക്കുമല്ലോ ജെസിബി, ആ സലാം പറ്റൂല. പിന്നെ സലാം വീട്ടുന്ന അവസരത്തിൽ നമ്മൾ കിബിലയിലേക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ തന്നെ ഞാനിരിക്കുന്നതായി സങ്കല്പിക്കണമെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറയുമ്പോഴാണ് തിരിയേണ്ടത്. അപ്പോൾ തുടങ്ങണം ആ സമയത്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരുമ്പോൾ തിരിയണം. ഈ ഹത്ത് കവിൾ ബാക്കിലുള്ളവരെ കാണുക. ആറാമത്തേത് അമിതമായ നീട്ടലില്ലാതിരിക്കുക. പെട്ടെന്ന് തന്നെ സലാം പറയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നാണ് പറയുന്നത്. ചിലര് അസ്സലാമു അലൈക്കും അങ്ങനെ തന്നെ പറ്റില്ല. അത് നീട്ടാറുണ്ട്. ഇപ്പൊ നിങ്ങൾ ചിരിക്കുന്നത് എല്ലാവരും പറഞ്ഞ മനസ്സിലാക്കും. നമ്മൾ മയ്യത്ത് സ്വീകരിക്കുന്ന അവസരത്തിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലേ? പലരും അങ്ങനെ എന്താറുണ്ട്, എന്താ പാടില്ല. ആരോ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇത്രയേ ഉള്ളൂ. വബറകാതുഹു അല്ല, വബറകാതുഹു. അത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അങ്ങനെ നീട്ടേണ്ടതില്ല. നീട്ടാതിരിക്കൽ സുന്നത്താണ്. പെട്ടെന്ന് തന്നെ. അടുത്തത് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ജമാഅത്തായി നിസ്കരിക്കുന്ന അവസരത്തിൽ ഇമാം 2 സലാം കിട്ടിയതിനു ശേഷമേ വിട്ടാൻ പാടില്ല. അതാ സുന്നത്ത്. ഇമാം 2 സലാം കിട്ടാം. ചിലർ ഇമാം അസ്സലാമു അലൈക്കും ഓരോന്ന് 2 കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. സുന്നത്തിനെതിരെ ഇമാമും ജമാഅത്തും നിസ്കരിക്കുന്ന അവസരത്തിൽ മയ്യത്താവട്ടെ ഏത് സുന്നത്ത് നിസ്കാരമുണ്ട്, ഫർദ് നിസ്കാരമുണ്ട്, ഇമാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈക്കും ഈ തിരിയൽ കഴിഞ്ഞ ശേഷം അടുത്തത് നമ്മുടെ സലാം വീട്ടുന്ന അവസരത്തിൽ വലിയൊരു സുന്നത്ത് കൂടിയാണ്. അതെന്താ? നമ്മൾ സലാം വീട്ടുമ്പോൾ നമ്മുടെ സലാം ആ സലാം വീട്ട് നമ്മുടെ അപ്പുറത്തൊക്കെ നിൽക്കുന്ന മുഅ്മിനീങ്ങളെ ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ മലക്കുകൾ, ജിന്നുകൾ, അവരിൽ നിന്നുള്ള മുഅ്മിനീങ്ങൾ, ജിന്നുകളിൽ നിന്നും ഈമാനുള്ളവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഉദ്ദേശിക്കുക എന്നുള്ള സുന്നത്താണ്. അതുമാത്രമല്ല, പുറകെയുള്ള ആളുകൾ നമ്മുടെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തൊക്കെ ജമാഅത്തായി നിസ്കരിക്കുന്ന അവസരത്തിലാണ് അത് കിട്ടുക. അപ്പുറത്തുള്ള ആള് സലാം കിട്ടുന്നതിന് ഞാൻ മടക്കുന്നു എന്നുകൂടി നമ്മളെ സലാം കൊണ്ട് കരുത്. ഇതുവരെ നമുക്ക് വലിയ സുന്നത്ത്. ഇനി പുറത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട്, അയാൾ നമ്മളെ സലാം മടക്കൽ നിർബന്ധമൊന്നുമില്ല. അയാൾക്ക് നമ്മളെ സലാം നിസ്കരിക്കാതെ ഒരാൾ ഇരിക്കുന്നുണ്ട്, ഒരാൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞപ്പോൾ അയാൾ മടക്കൽ നിർബന്ധമില്ല. പക്ഷെ സുന്നത്ത് അയാൾക്ക് വലൈക്കും അസ്സലാം എന്ന് പറയും, സുന്നത്ത്. അടുത്ത ഫർദ് നാം ഈ പറഞ്ഞ ഈ റമളാനിൽ ഇതുവരെ പറഞ്ഞത് റുക്നുകൾ, അതിന്റെ സുന്നത്തുകൾ, ഇതൊക്കെ തർത്തീബായിട്ട് കൊണ്ടുവരിക, ക്രമപ്രകാരം കൊണ്ടുവരിക എന്നത്. അൽഹംദുലില്ലാഹ് നമുക്ക് നിസ്കാരത്തെ കുറിച്ച് ചെറിയ രൂപത്തിൽ അതിൽ വരുന്ന ഫാൾട്ടുകൾ, പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒക്കെ നമ്മൾ പറഞ്ഞു. നിസ്കാരത്തെ കുറിച്ച് ഒരു മാസം പറഞ്ഞാലൊന്നും പോരാ, ഒരു വർഷം പറഞ്ഞാലും തീരും. അത്രയും സംശയങ്ങളും ബാത്തിലാവുന്ന കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് സമയബന്ധിതമായി നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതും എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അർഹമുർ-റഹീമായ റബ്ബ് നമുക്കെല്ലാവർക്കും കുറ്റമറ്റ രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യാൻ അല്ലാഹുവേ നീ സൗകര്യമൊരുക്കണേ അല്ലാഹ്, നീ സൗകര്യമൊരുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഇബാദത്തുകളെല്ലാം നീ കബൂലാക്കണേ റഹ്മാൻ. ഞങ്ങൾ ഈ പറഞ്ഞു കേട്ടതിന്റെ ഒക്കെ മിസ്ലി സവാബ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികളുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. മർഹമത്ത് നൽകണേ അല്ലാഹ്. ഇഅ്തിഖു മിനന്നാർ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന
അധ്വാനങ്ങൾ നടത്തുന്നവരുണ്ട്, എല്ലാറ്റിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. പടച്ചോനെ, ഇന്നത്തെ ദിവസം ഞങ്ങളെ പതിർപ്പതായി നല്ല വിപത്തും നീ വിധിച്ചുവെങ്കിൽ ഞങ്ങളെ ഈ ദുആ സ്വീകരിച്ചത് തട്ടിക്കളയണേ റഹ്മാൻ. വിശുദ്ധ റമദാൻ ഞങ്ങളോട് വിട പറയുകയാണ്. ഒരു പക്ഷേ ഇത് റമദാനിലെ അവസാനത്തെ സുഹൃസ്കാരമായി ഈ വർഷം അർഹമറാഹിമായ റബ്ബേ, ഈ റമദാൻ സ്വീകരിച്ചവരെ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ നിസ്കാരവും ഞങ്ങളുടെ നോമ്പും തറാവിയും ഞങ്ങൾ കൊടുത്ത സദഖകളും ഞങ്ങളെന്തെല്ലാം സുഹൃതങ്ങൾ ചെയ്ത എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് കഴിയും വിധത്തിലൊക്കെ ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ട്. അതിലെ ഭാഗപ്പിഴവുകളെല്ലാം നീ പരിഹരിച്ച് പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കണേ അല്ലാഹ്. ഖുർആനും റമദാനും നാളെ സാക്ഷി നിൽക്കുമ്പോൾ ഞങ്ങൾക്കും ആ സാക്ഷിത്വം നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചോനെ, അല്ലാഹുവേ, ഇന്നത്തെ ദിവസം കൂടുതൽ ഖൈറാത്തുകൾ ചെയ്യാൻ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഖുവത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖൈരി സയ്യിദിനാ മുഹമ്മദ് വ ആലിഹി വസല്ലം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി